നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കരുവന്നൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെടുത്തത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ. അവിടിശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ വിരുദ്ധ പക്ഷാചരണത്തിന്റെ ഭാഗമായി സ്പർശ് പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. LDF പാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമരത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ തനതായ സ്കോളർഷിപ്പ് പദ്ധതി എഡ്യൂകെയർ നടപ്പിലാക്കി. ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ചാടിയ ഭാഗത്തു നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെടുത്തത്. ചിറക്കൽ സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ 28 വയസ്സുള്ള ട്രൈസി വോഗീസ് ആണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 12:30ഓടെയാണ് സംഭവം. കരുവന്നൂർ പാലത്തിലേക്ക് നടന്നുവന്ന യുവതി പാലത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ദൃക്സാക്ഷികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഏറെ നേരം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ തൃശൂർ പാട്ടുരായ്ക്കലിൽ താമസിച്ചു വരുന്ന യുവതിയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ ടൗൺ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അതേസമയം യുവതിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച കാരണം വ്യക്തമല്ല. അവിടിശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ കുഷ്ഠരോഗ വിരുദ്ധ പക്ഷാചരണത്തിന്റെ ഭാഗമായി സ്പർശ് പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 12 വരെയുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ആശാപ്രവർത്തകർ മുതൽ മെഡിക്കൽ ഓഫീസർ വരെയുള്ള ആരോഗ്യ പ്രവർത്തകർ പൊതുജനങ്ങളെ കാണുകയും കുഷ്ഠരോഗ പരിശോധന നടത്തുകയും രോഗം സംശയിക്കുന്നവരെ സബ് സെന്ററിൽ തുടർ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും തുടർ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സ്പർശ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെയാണ് ഈ പരിപാടി നടക്കുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ കുഷ്ഠരോഗികൾ ധാരാളമായി നമ്മൾ കണ്ടുവരാറുണ്ട്. എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആരാധനാലയങ്ങളുടെ മുൻപിലൊക്കെ കുഷ്ഠരോഗികൾ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ആളെ കിട്ടാൻ നമുക്ക് കാണുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് ഇവിടെ ഉണ്ടാവുക. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി പഠന ക്ലാസ്, പ്രതിജ്ഞ എന്നിവയും സംഘടിപ്പിച്ചു. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിപ്പം പ്രതിജ്ഞയിലൂടെ കേട്ടിരുന്നു. എന്താ പ്രതിജ്ഞ എന്ന് ചൊല്ലിയപ്പോൾ എന്തായിരുന്നു പ്രതിജ്ഞയിൽ എന്തൊക്കെ പറഞ്ഞു? എന്ത് കണ്ടാൽ ശ്രദ്ധിക്കണമെന്നും എന്ത് നമ്മൾ ചെയ്യരുതെന്നും പറഞ്ഞു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി മാസം 12 വരെയുള്ള 2 ആഴ്ചക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം പരിപാടികൾ, നേരത്തെ നമ്മുടെ HM പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ആശാപ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ, അതേപോലെ JHIമാരും JPHമാരും, അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകന്മാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ഇവരുടെ നിത്യേനയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീടുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ വീടുകളിൽ ഇത്തരത്തിലുള്ള കുഷ്ഠരോഗത്തിൻ്റെ ഒരു സംശയമുള്ള ആളുകളെ കണ്ടെത്തുന്നു. അവരെ നമ്മുടെ ആശുപത്രിയിലെ ഭാഗമായിട്ടുള്ള 3 സഹ സ്ഥാപനങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുന്നു. അതിൽ പരിശോധന നടത്തുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ. അതിനുശേഷം അതിലും എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതകൾ തോന്നുന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മെഡിക്കൽ ഓഫീസർ പ്രാഥമികാരോഗ്യ പരിശോധന നടത്തുന്നു. അതിലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ജില്ലാ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു നീണ്ട ഒരു ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ MK രഘു, പബ്ലിക് ഹെൽത്ത് നഴ്സ് മിനി, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഉമാനന്ദകുമാർ, ആശാപ്രവർത്തകരായ ക്ലീന, ഗിരിജ, അജിത, നീതു, MLSP,
ആൻസി, ജയശ്രീ, ഷെറിൻ, ഹെഡ്മിസ്ട്രസ് ജിജി മോൾ തുടങ്ങിയവർ സംസാരിച്ചു. LDF പാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമരത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വിമർശനങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ തന്നെ നമുക്കെതിരെ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അവരാരോപണങ്ങളെല്ലാം മുനയൊടിച്ചുകൊണ്ട് ഒമ്പിച്ച ജനതയോടുകൂടിയാണ് നവകേരള സദസ്സ് നടത്താൻ കഴിയുന്നത്. നമുക്കൊക്കെ തന്നെ പങ്കാളികളെ അറിയാൻ കഴിയും. നമ്മുടെ തന്നെ പ്രതീക്ഷകളെ വെച്ചുകൊണ്ടാണ് ഒരു വലിയ ബഹുജന മുന്നേറ്റം നവകേരള സദസ്സിന് ദൃശ്യമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി 5000 പേരെ ഇരിക്കാവുന്ന സ്വീകരണങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് ഘട്ടഘട്ടമായി മാറി 5000 പകരം 10,000, 20,000, 25,000, 40,000 പേർ വരെ പങ്കെടുത്ത നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള സദസ്സുകളുണ്ടായിരുന്നു. ആ സദസ്സ് കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ല. ആ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നുവെന്നാരോപിച്ച മുഖ്യമന്ത്രി, മന്ത്രിസഭാംഗങ്ങളും ജനപ്രതിനിധികളും ഈ മാസം 8-ന് ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തോടനുബന്ധിച്ചുള്ള ഐക്യദാർഢ്യ സമരത്തിന്റെ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. കോടന്നൂർ സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PT സണ്ണി അധ്യക്ഷത വഹിച്ചു. അവരുടെ ഭാഷയാണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്താണെന്ന് അവർ പറയാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, കേട്ടോൻ അവിടെ നിൽക്കട്ടെ, കണ്ടോൻ കാര്യം പറയട്ടെ എന്ന മട്ടില് ഇപ്പോ BJPയും കോൺഗ്രസും പറയാണ് നമ്മൾ നടത്തുന്നത് സമരമല്ല, സമ്മേളനമാണ്. സമരമാകട്ടെ, സമ്മേളനമാകട്ടെ, ഈ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മുടെ MP-മാർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ട ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിൽ, ആ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ അവസ്ഥകൾ പരിഹരിക്കുന്നതിന് കേന്ദ്രം ഉത്തരവാദപ്പെട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് അനുവദിക്കേണ്ട തുക തരാത്തതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന കാര്യം കൂടി അടിവരയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. NCP തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം AT പോൾസൺ, CPI പാർലം ലോക്കൽ സെക്രട്ടറി PB ഷാജൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, CPM കോടന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സുബ്രഹ്മണ്യൻ, CPM പാർലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TG വിനയൻ എന്നിവർ സംസാരിച്ചു. മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ തനതായ സ്കോളർഷിപ്പ് പദ്ധതി എഡ്യൂകെയർ നടപ്പിലാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സര പരീക്ഷകളിലൂടെ ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾക്ക് അർഹരാകാത്ത കുട്ടികൾക്ക് മത്സര പരീക്ഷ നടത്തി ഓരോ സ്റ്റാൻഡേർഡിലും മികവ് പുലർത്തുന്ന 12 കുട്ടികൾക്ക് വീതമാണ് സ്കോളർഷിപ്പ് നൽകിയത്. ജില്ലാ കലക്ടർ കൃഷ്ണതേജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. 1000 രൂപയും പ്രശസ്തി പത്രവുമാണ് കുട്ടികൾക്ക് നൽകിയത്. കോവിഡ് കാലത്ത് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട 609 കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ തന്റെ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചുവെന്ന് കലക്ടർ പങ്കുവച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ കിടങ്ങൻ അധ്യക്ഷത വഹിച്ചു. ആ കുഞ്ഞു മക്കളും പഠിച്ച് ഇതുപോലെ മറ്റുള്ളവർക്ക് നല്ല മാതൃകയാകത്തക്ക വിധത്തിൽ പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും വളർന്ന് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും അനുഗ്രഹീതരായ മക്കളായി വളർന്ന് ഉയർന്നു വരിക, ഈ ലക്ഷ്യത്തോടുകൂടി ഇവർ വളരുവാൻ പ്രോത്സാഹനം നൽകുന്ന ഈ എഡ്യൂകെയർ സ്കോളർഷിപ്പ് എന്നും ഈ മക്കൾക്കും വിദ്യാലയത്തിനും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വിദ്യാലയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ എഡ്യൂകെയർ സ്കോളർഷിപ്പിനെ അഭിനന്ദിച്ചുകൊണ്ടും നേതൃത്വം കൊടുക്കുന്ന ഹെഡ് മാസ്റ്ററെയും മറ്റധ്യാപകരെയും PTA-യെയും അഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റിട്ടയർഡ് CBI SP രാമദേവൻ, PTA വൈസ് പ്രസിഡന്റ് ഡെന്നസ് പല്ലിശ്ശേരി, സ്കൂൾ പ്രിൻസിപ്പൽ ടോബി തോമസ് എന്നിവർ സംസാരിച്ചു. പൊതുസമൂഹത്തിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ സ്കോളർഷിപ്പ് പദ്ധതി കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താനും മത്സര പരീക്ഷകളെ ഇച്ഛാശക്തിയോടെ നേരിടാനും പ്രാപ്തരാക്കുമെന്ന് ഹെഡ്മാസ്റ്റർ സ്റ്റെയ്നി ചാക്കോ പറഞ്ഞു. പനംകുളം DMLP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന 100 ഇനം പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100ാം വാർഷികത്തിൻ്റെ പനംകുളം DMLP സ്കൂളിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഏറ്റവും കുറേ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ബ്ലഡ് ഡൊണേഷൻ എന്നുള്ളൊരു പ്രവർത്തനം. അത് ഒരു വിജയകരമായിട്ട് തീരാൻ സാധിക്കുമെന്നുള്ള
പ്രത്യാശയിലാണ് ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. നമ്മുടെ PTA-ക്കാർ, OSA, അതുപോലെ നാട്ടുകാർ, ടീച്ചേഴ്സ് എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. PTA, OSA, മാനേജ്മെന്റ്, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി. ശതമഹോത്സവത്തോടനുബന്ധിച്ച് നമ്മളിവിടെ ഇന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുകയാണ്. അമല മെഡിക്കൽ കോളേജുമായി സഹകരിച്ചിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. കരുവന്നൂർ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നതും അതിൻ്റെ ഡയറക്ടറി സൂക്ഷിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. 100 വർഷത്തെ 100 പ്രോഗ്രാമുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലൊരു 86ാമത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഏകദേശം 30ഓളം പേര് ഇതിനകം രക്തം ദാനം ചെയ്തു കഴിഞ്ഞു. ഒരു 60 പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും രജിസ്ട്രേഷൻ തുടരുന്നു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി എടച്ചിറയിലുള്ള പറമ്പിലെ മോട്ടോർ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. സംഭവത്തിൽ 3 പേരെയാണ് ചേർപ്പ് പോലീസ് പിടികൂടിയത്. ചേർപ്പ് പണ്ടാരച്ചിറ പടിഞ്ഞാട്ടുമുറി സ്വദേശികളായ ഹരിദാസ്, മണികണ്ഠൻ, സുബ്രഹ്മണ്യൻ എന്നിവരെയാണ് ചേർപ്പ് SI ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ജനുവരി 30-നാണ് മോഷണം നടത്തിയത്. വല്ലച്ചിറക്കാരൻ ആന്റണിയുടെ പറമ്പിലെ 2 HP മോട്ടോറാണ് പ്രതികൾ മോഷ്ടിച്ചത്. SI-മാരായ റാഫേൽ, ഗിരീഷ്, CPO-മാരായ സരസൻ, ഫൈസൽ, വിഷ്ണു എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഗാന്ധി ഘാതകർക്ക് ഇന്ത്യയെ വിട്ടുകൊടുക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പ്രതിഷേധം വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് VA ഹാരിസ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വാഹിദ്, ബഷീർ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ തളിക്കുളം, മണ്ഡലം സെക്രട്ടറി നസീഹ് എടശ്ശേരി, VA റംല, PK അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് പത്താങ്കല്ല്, അസ്ലം താന്യം, മുബാറക്, MK ഷഹീദ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഭിന്നശേഷിക്കാർക്ക് UDID കാർഡിനായി അദാലത്ത് സംഘടിപ്പിച്ചു. കാർഡിന് അപേക്ഷിച്ചിട്ടും ലഭിക്കാത്തവർക്കായാണ് അദാലത്ത് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിഹരിക്കാൻ ഇന്ന് നാളെ കൊണ്ട് പരിഹരിക്കാന്നല്ല പറയുന്നത്. നിരന്തരം സർക്കാരിനൊപ്പം സർക്കാരിൻ്റെ ശേഷി പരിപാടികൾക്കാണ് ധാരാളം കാലം മുമ്പേ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസൃതമായ ത്രിതല പഞ്ചായത്തുകളും അതിനൊപ്പം നിൽക്കേണ്ട ബാധ്യതയുണ്ട്. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഭിന്നശേഷി സൗഹൃദ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സർവേയും കാര്യങ്ങളൊക്കെ നടത്തി അത് സ്ഥിരീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പിറകിലുണ്ടാകണം. അപ്പോൾ നമ്മുടെ ഭരണസമിതി മാത്രമല്ല തൊഴിൽ ഭരണസമിതികളൊക്കെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ഭിന്നശേഷി ബ്ലോക്കാക്കി മാറ്റാവുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ നയപരിപാടികളായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് നീങ്ങുന്നത്. അതിന് അനുസൃതമായ ചില കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഈ അദാലത്ത് നിർണ്ണയിക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിവിടെ തന്നെ അവർക്ക് UDID കാർഡ് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പരിശോധന നടത്തുന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം. തടസ്സങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ആ തടസ്സങ്ങളൊക്കെ നീക്കും കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് അത് ഏറ്റവും വേഗത്തിൽ നിർണ്ണയിച്ച് കൊടുക്കാനായിട്ട് കഴിയണം. നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളുടെ വീട്ടുകാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ നൽകാനായിട്ട് ഈ ക്യാമ്പ് കൊണ്ട് അതായത് കഴിയുമെന്ന പ്രതീക്ഷകൊണ്ട് എല്ലാവിധ ആശംസകളും. സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസർ സജീവൻ, CDO പ്രീത, സെക്രട്ടറി CK സംഗീത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിലെ സിഗ്നൽ ലൈറ്റ് അശാസ്ത്രീയമെന്നാരോപിച്ച് SDPI പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റീത്ത് സമർപ്പണം നടത്തി. നിർമ്മാണം പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തിപ്പിക്കാത്ത സിഗ്നൽ ലൈറ്റിൽ റീത്ത് സമർപ്പിച്ചാണ് SDPI പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചത്. 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സിഗ്നൽ ലൈറ്റ് പ്രവർത്തിപ്പിക്കാത്തത് വാടാനപ്പള്ളി സെന്ററിൽ സിഗ്നൽ ലൈറ്റ് അപ്രായോഗികമെന്നതിന് തെളിവാണെന്ന് SDPI പറയുന്നു. അശാസ്ത്രീയമായി നടപ്പാക്കിയ പദ്ധതി പൂർണ്ണമായും കമ്മീഷന് വേണ്ടിയും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ താൽപര്യം ലക്ഷ്യം വെച്ചാണെന്നതും കണക്കിലെടുത്ത് ചിലവായ മുഴുവൻ തുകയും പദ്ധതി പാസാക്കിയ ജനപ്രതിനിധികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു. ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ തുകയും
ഇവിടുത്തെ ഭരണസമിതിയുടേന്നും അതുപോലെ തന്നെ ഇതിനുവേണ്ടി തീരുമാനമെടുത്ത വാർഡ് മെമ്പർമാരുടെ കൂടെയും പിരിച്ചെടുക്കണമെന്നാണ് ഇവിടുത്തെ വാടാനപ്പള്ളിയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ആവശ്യപ്പെടുന്നത്. SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AM ആഷിഫ്, സെക്രട്ടറി മുഫസൽ, 18-ാം വാർഡംഗം നൌഫൽ വലിയകത്ത് എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഇടവക വികാരി ഫാദർ ബാബു അപ്പാടന് വലപ്പാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4-ന് വലപ്പാട് ഭവന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. EK തോമസ് അധ്യക്ഷത വഹിക്കും. മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ MP ശ്രീ TN MLA ശ്രീ CC മുകുന്ദൻ അവറുകളാണ്. മുഖ്യ അതിഥിയായിട്ട് വരുന്നത് നമ്മുടെ മണപ്പുറത്തിൻ്റെ MDയും അതുപോലെ തന്നെ COയുമായ ശ്രീ VP നന്ദകുമാറാണ്. ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KC പ്രസാദുണ്ട്. അതുപോലെ തന്നെ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷിനിത ആഷിഖുണ്ട്. അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ ബഹുമാനായ വൈദികന് യാത്രയയപ്പ് സ്വീകരണം നൽകുന്നത്. ചെയർമാൻ EK തോമസ്, ജനറൽ കൺവീനർ ഷിജോ പുത്തൂർ, ജോയിന്റ് ജനറൽ കൺവീനർ MA സലീം, റിസപ്ഷൻ കൺവീനർ രാജൻ പട്ടാട്ട എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. രാവിലെ ദിവ്യബലിക്കു ശേഷം വിശുദ്ധന്റെ അമ്പുകൾ യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. തുടർന്ന് വേസ്പര, തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അമ്പെഴുന്നള്ളിപ്പ് ദേവാലയത്തിൽ സമാപിച്ചു. ഫാദർ പോൾ പൂവത്തിങ്കൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആന്റോ അക്കര സഹകാർമ്മികനായി. ഫാദർ ജോബ് പടയാട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ബാബു അപ്പാടൻ, കൈക്കാരന്മാരായ ഷാജി ചാലശ്ശേരി, ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ, കുടുംബ കൂട്ടായ്മ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. പെരുമ്പിള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ 19ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഈ മാസം 18 മുതൽ 25 വരെ നടക്കും. സ്വാമി നിഖിലാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5830 രൂപ, പവന് 46,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെടുത്തത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ. അവിടിശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ വിരുദ്ധ പക്ഷാചരണത്തിന്റെ ഭാഗമായി സ്പർശ് പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. LDF പാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമരത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ തനതായ സ്കോളർഷിപ്പ് പദ്ധതി എഡ്യൂകെയർ നടപ്പിലാക്കി. ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.